അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിച്ചു. അവിടെ ആയിരക്കണക്കിന് സഹോദരിമാരും സന്നിഹിതരായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഈ ഉള്ളവൻ പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകളോട് നമ്മൾ വിമുഖത കാണിക്കരുത്. റസൂലുള്ളാഹിയുടെ ചര്യയാണ് നമുക്ക് ഏറ്റവും മുന്തിയ ചര്യ. ആ ചര്യയെ നമ്മൾ ഒരിക്കലും അവഹേളിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാഹിയുടെ മജ്‌ലിസിലേക്ക് ദീന് കേൾക്കാൻ വന്ന സഹാബ വനിതകളോട് ആ വേഷത്തെ സംബന്ധിച്ച് റസൂലുള്ള എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ വേഷമായ മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് വേണം പെണ്ണ് പുറത്തിറങ്ങാനെന്ന് ഇസ്ലാമിന്റെ വിഷയമങ്ങ് പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹാബാ പുരുഷന്മാരും അതുപോലെ തന്നെ സഹാബാ വനിതകളുമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നിങ്ങനെ സ്ത്രീകളുടെ വേഷത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ സ്ത്രീകളുടെ വേഷം പറയുന്നതിന്റെ മുമ്പായി പുരുഷന്മാരുടെ വേഷം, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളും ശ്രദ്ധിച്ചോളൂ. നെരിയാണിക്ക് താഴെ തൂങ്ങുന്ന വസ്ത്രം, മനഃപൂർവ്വം നെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം ധരിച്ചാൽ അത് മാ അസ്ഫല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നെരിയാണിക്ക് താഴെ തൂങ്ങിയത് പിന്നാർ, അത് നരകത്തിൽ തന്നെ എന്ന ഭാഗവും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വിശദീകരിച്ചപ്പോ ആ രണ്ട് സംഗതികളും പറഞ്ഞതിന്റെ ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഇസ്ലാമിന്റെ ഈ വേഷം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മുൻകൈയും മുഖവും പിന്നെ പറയുന്നത്. ആ ഭാഗം ഇവിടെ വന്ന് പ്രസംഗിച്ച ഈ പേരോട്ടുകാരൻ എന്ത് ചെയ്തു എന്നറിയോ? സലഫി അതാ ദുബായിലെ ഈദ്ഗാഹിലെ ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു, എന്ത്? തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ്. എങ്ങനെ? തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ് എന്ന് ദുബായിൽ പ്രസംഗിച്ചു. സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ആരോപണം. ഞാൻ അതല്ല പറഞ്ഞത്. കാരണം അതിന്റെ ശേഷമുള്ള മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്ന ഭാഗം മൂപ്പര് കട്ടു. എന്റെ പ്രസംഗത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അയാൾ കാണിച്ച കൃത്രിമം മനസ്സിലാക്കാൻ. അയാൾ തന്നെ പറയുന്നത് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. അവിടെ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. കണ്ടോ? അവിടെ എത്തുമ്പോൾ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം എന്ന് പറഞ്ഞിട്ട് സലഫി തലമറക്കലിന്റെ കാര്യം പറയണമെന്നല്ലേ തെറ്റിദ്ധരിപ്പിച്ചത്. അയാൾ കേൾപ്പിച്ച അതേ CD-യിൽ തന്നെ ശ്രദ്ധിച്ച് കേട്ടാൽ അയാൾ ആ ക്ലിപ്പിന്ന് മുറിച്ചെടുത്ത ഭാഗം, CD-യിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗം നിൽക്കുന്നിടത്ത് അള്ളാഹു ഒരു വലിയ ഒരു പ്രത്യേക നിഅമത്താണ് നിങ്ങൾ കൂട്ടിക്കോളൂ. മുൻകൈ എന്നുള്ളൊരു 3 കേൾക്കാൻ സാധിക്കുന്നത് അവിടെ മൂപ്പര് കട്ടിയത്. ഞാൻ സ്ത്രീകളുടെ വേഷ പറയുന്നത്, ഇയാൾ അത് എന്റെ തലമറക്കലായി ചിത്രീകരിച്ചു. ആ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഈ അന്ത്രു കാണിച്ച കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഞാൻ ഈ ഉള്ളവൻ ദുബായിൽ പ്രസംഗിച്ച അതിന്റെ പൂർണ്ണ രൂപം അയാൾ എവിടെയാണ് മുറിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ആ മുറിച്ച ഭാഗവും ഇയാൾ മുറിക്കാതെ ഇയാൾ ഒഴിവാക്കിയ ഭാഗവും അവിടെ പറഞ്ഞ ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളെ കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എവിടെയാണ് ആ റസൂലുള്ളാഹിയുടെ 7 നിർദ്ദേശങ്ങളെയും അവിടുത്തെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ മുത്തുമണികളെയും സ്വാംശീകരിക്കാൻ സഹാബത്ത് കാണിച്ച താല്പര്യം എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ടേ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണ അങ്ങ് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്‌ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചില്ലേ? ഇയാൾ എവിടെ മുറിച്ചത്? ഒന്നും കൂടെ കേട്ടുള്ള ഭാഗം. ഇയാൾ മുറിച്ചവരുടെ മുൻകൈയും എന്ന ഭാഗം മുതൽ മൂപ്പര് മുറിച്ചു. ശ്രദ്ധിച്ചോളൂ, ഒന്നും കൂടെ കേൾക്കുക. ഈ കള്ളത്തരം മനസ്സിലാക്കാനാ ഒരു മലയാള പ്രസംഗത്തിലുള്ള CD-യിൽ നടത്തിയ കൃത്രിമം ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്നുകൂടി കേൾക്കുക. ഇയാൾ മുറിച്ചത് എവിടെയാണ്, എന്ത് ലക്ഷ്യത്തിനാണ് മുറിച്ചത് എന്ന് മനസ്സിലാകും. ഒന്നുകൂടെ കേൾപ്പിക്കണം. അയാൾ തന്നെ പറയുന്നത് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം.
മുൻകൈ എന്ന് കേൾക്കില്ലേ? മുൻകൈ നിങ്ങൾ കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ എന്ന് കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഈ വിഷയം നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു വെക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കൂ, എന്താ ഇവിടെ നടത്തിയ കൃത്രിമം? അവിടെ പിടിച്ചോ നിങ്ങൾ. കിതാബിൽ കൃത്രിമം നടത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് തിരിയൂല. ഇതാ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ തിരിയൂല. ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ തിരിയൂല. കിതാബിൽ അട്ടിമറി നടത്തി എന്ന് പറയുമ്പോൾ തിരിയൂല. അങ്ങനെയൊക്കെയാണ് ചെയ്യോ? കാരണം മൂപ്പര് കണ്ടില്ലേ, ആ അമ്മുമ്മയുടെ വേഷത്തിലൊക്കെ ഉള്ള ആളങ്ങനെ കണ്ടാൽ തോന്നും അങ്ങനെ നുണ പറയുന്നു തോന്നുമോ? പക്ഷേ മൂപ്പര് നടത്തിയ കൃത്രിമങ്ങൾ കണ്ടില്ലേ? കട്ടതല്ലേ ആ ഭാഗം? എന്തിനാ പേരോടെ കട്ടത്? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കട്ടതല്ലേ? ഈ പരിപാടി മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ? ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ വിഷയം കൂടി ഒന്ന് പറഞ്ഞുതരാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് കൃത്യമായി പറഞ്ഞതാണല്ലോ ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ. ആ പ്രാധാന്യമാണ് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ വെച്ചിയുള്ളവൻ പ്രസംഗിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് അറിയില്ലേ? ഒരു വിഭാഗം